ചോളം ദാ ഇതേപോലെ കുക്കറിൽ വേവിച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചോളം ഇതേപോലെ പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 3 വിസിൽ കേട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അപ്പം ചോളം വേവുന്ന സമയം കൊണ്ട് തക്കാളിയും സവാളയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സവാള ആയതുകൊണ്ട് ഒരു ഫുള്ള് സവാളയും ഒരു സവാളയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 3 തണ്ട് മല്ലിയില, ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഇതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം. അപ്പോൾ ഇതെല്ലാം വേറെ വേറെ വേണം അരിഞ്ഞു വയ്ക്കാനായിട്ട്. ഇനി ചട്ടിയിൽ ബട്ടർ ഇട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഒരു ഗ്രാമ്പൂവും ഒരു ചെറിയ ബേ ലീഫും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു സ്പൂണ് മൈദമാവും ചേർത്ത് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇനി ഇതിൽ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മാവും പാലും കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ വെന്ത ചോളം ഉണ്ടല്ലോ, അത് കുക്കറിൽ നിന്ന് മാറ്റി അരിഞ്ഞെടുക്കണം. ചോളം ദാ ഇതേപോലെ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ചട്ടിയിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകാണ്. പച്ചമുളകും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു പകുതിയോളം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി എരിക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിലേക്ക് പൊടിയായി അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയില ചേർത്ത് കൂടെ അരിഞ്ഞ് വെച്ചിരുന്ന കോണും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ പൊടിയായി ആദ്യം അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം തണുത്ത് സെറ്റായി. ഇനി അതും കൂടി ചേർത്ത് കോണും ക്രീമും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞ ചീസും കൂടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. 2 മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഇത് ചീസെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടും. ആ സമയത്ത് അടപ്പ് തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി കോൺ ചീസ് ക്രീമി മസാല ഇവിടെ റെഡിയായി കിട്ടി. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.